ഹൈ ഫ്രണ്ട്സ് ക്രിപ്റ്റോ ഡ്രോപ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഗൈസ്, ഇന്നത്തെ വീഡിയോയിൽ എന്നുള്ളത് ഒരു ടെസ്റ്റ്നെറ്റ് എയർ ഡ്രോപ്പിനെ കുറിച്ച് പരിചയപ്പെടുത്താനാണ്. വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് ആദ്യം തന്നെ വീഡിയോ എല്ലാവരും ഒന്ന് ലൈക്ക് അടിച്ചേക്കാം. അതുപോലെ തന്നെ നമ്മൾ ചാനൽ ആദ്യമായി കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഞാൻ ഈ ടെസ്റ്റ്നെറ്റിനെ കുറിച്ച് ഓൾറെഡി ടെലഗ്രാമിൽ ഞാൻ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ ചെയ്തിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. ചെയ്യാത്തവരുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, വീഡിയോ നിങ്ങൾ ഫുള്ളായിട്ട് കാണുക. ഓക്കെ. പിന്നെ ഈ ടെസ്റ്റ്നെറ്റ് എന്ന് പറയുന്നത് വളരെ ഏർലി ആയിട്ടുള്ള ഒരു ടെസ്റ്റ്നെറ്റാണ്. അതുകൊണ്ട് നിങ്ങൾ മിസ്സാക്കി കളയേണ്ട. വളരെ ഏർലിയിൽ ജോയിൻ ചെയ്ത മിക്ക ടെസ്റ്റ്നെറ്റിലും അത്യാവശ്യം നല്ല രീതിയിൽ അലോക്കേഷനും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ ഗ്രാസിൻ്റെ ആയാലും നോട്ട് പേയിലായാലൊക്കെ വളരെ ഏർലി ജോയിൻ ചെയ്തവർക്കൊക്കെ നല്ല അലോക്കേഷൻ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതുപോലെ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ഏർലി ടൈമിലൊക്കെ നിങ്ങൾ ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ. അപ്പോൾ ഏതായാലും നമുക്ക് ടെസ്റ്റ്നെറ്റിൻ്റെ ബാക്കി ഡീറ്റെയിലോട്ട് പോവാം. അപ്പോൾ ഇവിടെ വെബ്സൈറ്റ് എന്ന് പറയുന്നത് layerEdge.io എന്ന് പറഞ്ഞ വെബ്സൈറ്റാണ്. അപ്പോൾ ഈ വെബ്സൈറ്റിൽ തന്നെ എല്ലാ കാര്യങ്ങളും ഇവിടെ കൊടുത്തിട്ടുണ്ട്. ബിറ്റ് കോയിൻ ബേസ്ഡ് ആയിട്ടുള്ള ഒരു പ്രോജക്റ്റാണ്. അത്യാവശ്യം നല്ല രീതിയിലുള്ള ഒരു ഭാവിയിൽ നമുക്ക് നല്ല രീതിയിൽ ഇതിന് ഒരു റിവാർഡ് കിട്ടാനുള്ള ചാൻസ് ഉള്ള ഒരു പ്രോജക്റ്റാണ്. കാരണം ഒരുപാട് പ്രോജക്റ്റ് ആയിട്ട് ഇവർ ഓൾറെഡി പാർട്ട്ണർഷിപ്പ് ഉണ്ട്. ഓക്കെ. ഇഷ്ടം പോലെ പ്രോജക്റ്റ് ഉണ്ട്. ഓക്കെ. വി ഓൾ നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടം പോലെ പ്രോജക്റ്റ് കാണാൻ പറ്റും. അതുപോലെ തന്നെ ഒരുപാട് കാര്യങ്ങൾ ഇവരുടെ ഈ വെബ്സൈറ്റിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഏതായാലും ഇവരുടെ ട്വിറ്റർ നോക്കുന്ന സമയത്ത് നമുക്ക് വളരെ കുറഞ്ഞ മെമ്പേഴ്സ് മാത്രമേ ഇതുവരെ ജോയിൻ ചെയ്തിട്ടുള്ളൂ. കാരണം ഇത് വളരെ ഏർലി സ്റ്റേജിലാണ് ഇപ്പോൾ ഉള്ളത്. അതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ വരും ദിവസങ്ങളിൽ കൂടുതൽ മെമ്പേഴ്സ് ഇതിൽ ജോയിൻ ചെയ്യാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ ഈ ഏർലി സ്റ്റേജ് എന്ന് പറയുന്നത് ഇപ്പോൾ ബീറ്റ ഫേസിലാണ് കറൻ്റ് റൺ ആയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ബീറ്റയിൽ നിന്ന് നിങ്ങൾ ഫേസ് 2, ഫേസ് 3, ഫേസ് അങ്ങനെ ഒരുപാട് ഫേസ് കാര്യങ്ങളൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ വളരെ ഏർലി നിങ്ങൾ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത്യാവശ്യം നല്ല രീതിയിൽ ഒരു അലോക്കേഷൻ കിട്ടാൻ ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ ഗ്രാസിലും നോട്ട് പേയിലൊക്കെ അങ്ങനെ കൊടുത്തിട്ടുണ്ടായിരുന്നു. വളരെ ഏർലി ജോയിൻ ചെയ്തവർക്കൊക്കെ നല്ല അലോക്കേഷൻ കിട്ടിയിട്ടുണ്ട്. ഓക്കെ. പിന്നെ ഈ ഫേസ് 1 എന്ന് പറയുന്നത് ബീറ്റ ഫേസ് എന്ന് പറയുന്നത് ഏകദേശം 23 മുതൽ 28 വരെ ഉള്ളൂ. ഇനി 2 ദിവസം കൂടി ഉള്ളൂ നമുക്ക് ഈ ഫേസ് 1 ജോയിൻ ചെയ്യാനുള്ള ടൈം എന്ന് പറയുന്നത്. പിന്നെ ഫേസ് 2, ഫേസ് 3 അങ്ങനെ ആ ലെവലിലോട്ട് മാറിപ്പോവും. അപ്പോൾ നിങ്ങൾ ഫേസ് 1 ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ വളരെ ഏർലി യൂസർ എന്നുള്ള നിലക്ക് നിങ്ങൾക്ക് കൂടുതൽ അലോക്കേഷൻ കിട്ടാൻ ചാൻസ് ഉണ്ട്. പിന്നെ നമ്മൾ ഇതിൻ്റെ നോഡ് റൺ ചെയ്യുന്ന ഒരു വർക്കാണ് ഇതിൽ നമ്മൾ ചെയ്യേണ്ടതുള്ളൂ. ജസ്റ്റ് എന്ത് ചെയ്യുക, ബാക്ക്ഗ്രൗണ്ടിൽ അതിങ്ങനെ റൺ ആയിക്കോളും. അത്യാവശ്യം നല്ല പോയിൻറ്സും കിട്ടും. ഓക്കെ. അപ്പോൾ ഏതായാലും ഇവിടെ ഒരുപാട് അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ ഇവർ ഈ ട്വിറ്ററിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ട്വിറ്റർ നോക്കുക. അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾക്ക് അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ കിട്ടുന്നതായിരിക്കും. ഓക്കെ. ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ലിങ്ക് ചെയ്യാൻ കൊടുത്തിട്ടുണ്ട്. ആ ലിങ്ക് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഇതേപോലെ ഒരു ഇൻ്റർഫേസിലോട്ടായിരിക്കും വരിക. ആദ്യം നിങ്ങൾക്ക് എന്ത് ചെയ്യുക, വെരിഫൈ ബ്രൗസർ എന്നത് ഒരു നോട്ടിഫിക്കേഷൻ കാണിക്കും. അപ്പോൾ എന്ത് ചെയ്യുക, അതിങ്ങനെ വെരിഫൈ ചെയ്തുകൊണ്ടിരിക്കും. അതിനുശേഷം നിങ്ങൾക്ക് ഇതേപോലെ ഒരു ഇൻ്റർഫേസിലോട്ടായിരിക്കും വരിക. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ആദ്യമായിട്ട് വേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് വാലറ്റ് വേണം. ഒരു വാലറ്റ് കണക്ട് ചെയ്യേണ്ടതുണ്ട്. അത് നമ്മൾ ഒബ്വിയസ്ലി മെറ്റാമാസ്ക് ആണ് നമ്മൾ കണക്ട് ചെയ്യുന്നത്. ഓക്കെ. മെറ്റാമാസ്ക് നിങ്ങൾ എന്ത് ചെയ്യുക, ഗൂഗിൾ വെബ് സ്റ്റോറിൽ നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് ഉപയോഗിക്കുക. പിന്നെ ഇത് നിങ്ങൾ ഫോണിൽ യൂസ് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ കിവി ബ്രൗസർ അല്ല, മൈസസ് ബ്രൗസറിൽ യൂസ് ചെയ്യുന്നതായിരിക്കും ഒന്നുകൂടെ ബെറ്റർ. കിവി ബ്രൗസറിൽ ഞാൻ യൂസ് ചെയ്ത സമയത്ത് എനിക്ക് ചെറുതായിട്ട് ബഗ്ഗും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് നിങ്ങൾ മൈസസ് ബ്രൗസർ ഡൗൺലോഡ് ചെയ്തിട്ട് അതിൽ യൂസ് ചെയ്യാൻ ശ്രമിക്കുക. അതിൽ നിങ്ങൾ സെയിം മെറ്റാമാസ്ക് എന്ത് ചെയ്യുക, സീഡ് ഫ്രൈസ് ആഡ് ചെയ്തിട്ട് നിങ്ങൾ ആ മെറ്റാമാസ്ക് യൂസ് ചെയ്തിട്ട് അതിൽ വാലറ്റ് കണക്ട് ചെയ്യാൻ ശ്രമിക്കുക. ജസ്റ്റ് വാലറ്റ് കണക്ട് ചെയ്യുക. എന്നിട്ട് നിങ്ങൾ ഏത് വാലറ്റാണ് യൂസ് ചെയ്യുന്നത് അത് കൊടുക്കുക. മെറ്റാമാസ്ക് ആണ് ഉപയോഗിക്കുന്നത് ഞാൻ. ഓക്കെ. ജസ്റ്റ് കണക്ട് കൊടുക്കാം. പിന്നെ ഇതിലൊരു കാര്യം എന്താ വെച്ചാൽ നിങ്ങൾക്ക് ഇതിൽ റെഫറൽസ് അത്യാവശ്യമാണ്. റെഫറൽസ് ഇല്ലാതെ ഇതിൽ ജോയിൻ ചെയ്യാൻ പറ്റത്തില്ല. ഒരു റെഫറൽ കോഡ് മസ്റ്റാണ് ഇതിൽ ജോയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ. അപ്പോൾ ഏതായാലും ഞാൻ റെഫറൽ കോഡ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ടെലഗ്രാമിൽ കൊടുക്കുന്നുണ്ട്. പിന്നെ നിങ്ങൾക്ക് വേറെ നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ ആരെങ്കിലുമൊക്കെ റെഫർ കോഡ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് വെച്ചിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ടെലഗ്രാമിൽ അതിൻ്റെ റെഫർ കോഡ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് കോപ്പി ആയി കിട്ടും. അപ്പോൾ ജസ്റ്റ് എന്ത് ചെയ്യുക, കോപ്പി ചെയ്യുക. അതിന് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, അത് അടുത്തതിന് ശേഷം ജസ്റ്റ് ഇവിടെ പ്ലേസ് ചെയ്യുക. എന്നിട്ട് ജസ്റ്റ് കണ്ടിന്യൂ കൊടുക്കുക. ഓക്കെ. ജസ്റ്റ് ഇവിടെ സ്റ്റോപ്പ് എന്നാണ്. ഇപ്പോൾ ലൈറ്റ് നോഡ് കറൻറ്റ്ലി സ്റ്റോപ്പാണ്. വാലറ്റ് കണക്ട് ചെയ്തിട്ടുണ്ട്. ഇനി ഇവിടെ വന്നിട്ട് സ്റ്റാർട്ട് നോഡ് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട് ഇവിടെ. അത് ജസ്റ്റ് എന്ത് ചെയ്യുക, സ്റ്റാർട്ട് നോഡ് എന്ന് കൊടുക്കുക. അപ്പോൾ ഞാൻ പറഞ്ഞ ടെസ്റ്റ്നെറ്റ് ആണ്, ചെറിയൊരു ബഗ്ഗും കാര്യങ്ങളൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. മേ ബി റൺ ആയില്ല എന്നുണ്ടെങ്കിൽ വീണ്ടും കൊടുക്കുക. ഓക്കെ. ഫസ്റ്റ് റൺ ആയി, ചിലപ്പോൾ റൺ ആവത്തില്ല. ഇങ്ങനെ വീണ്ടും സ്റ്റാർട്ട് നോഡ് തന്നെ കൊടുക്കേണ്ടി വരിക. അപ്പോൾ ലൈറ്റ് നോഡ് ഇപ്പോൾ റണ്ണിങ്ങിലാണ് കറൻറ്റ്ലി. ഓക്കെ. പോയിന്റ് എൻ്റെ ഇവിടെ കാണാൻ തുടങ്ങി. ജസ്റ്റ് നമ്മളെ പോയിന്റ് കാര്യങ്ങളൊക്കെ ഇവിടെ കൂടിക്കൊണ്ടിരിക്കും. ഇത് ജസ്റ്റ് ബാക്ക്ഗ്രൗണ്ടിൽ റൺ ആയിക്കൊണ്ടിരിക്കും. ഓക്കെ. റണ്ണിങ്ങിലാണ്. അപ്പോൾ ഇത് നമ്മൾ ജസ്റ്റ് ബാക്ക്ഗ്രൗണ്ടിൽ ഓൺ ആക്കിയിട്ടാൽ മതി. ഇപ്പോൾ ഫോണിലായാലും മൈസസ് ബ്രൗസറിലാണ് ഇത് യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ മാക്സിമം നിങ്ങൾ അതിൽ തന്നെ യൂസ് ചെയ്യാൻ ശ്രമിക്കുക. ഇടയ്ക്ക് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാൻ ശ്രമിക്കുക. കാരണം ചിലപ്പോൾ നിങ്ങൾക്ക് ഇത് അക്കൗണ്ട് വീണ്ടും കണക്ട് ചെയ്യേണ്ട ഒരു ആവശ്യം വരും. ഇടയ്ക്ക് ഇങ്ങനെ ടെസ്റ്റ്നെറ്റ് ആയതുകൊണ്ട് തന്നെ ഒരുപാട് ബഗ് വരുന്നുണ്ട്. അപ്പോൾ ആ ബഗ് കാരണം നമ്മൾ വാലറ്റ് എന്ത് ചെയ്യുക, ഡിസ്കണക്ട് ആയി പോകും. അപ്പോൾ എന്ത് ചെയ്യുക, വീണ്ടും ഒന്ന് കണക്ട് ചെയ്യുക. പിന്നെ ഫോണിലാവുന്ന സമയത്ത് നിങ്ങൾ ഫോണിൽ യൂസ് ചെയ്യുന്നവർക്ക് ഡെയിലി സ്ട്രൈക്ക് എന്നുള്ള ഈ ഓപ്ഷൻ ഉണ്ട്, ഡെയിലി റിവാർഡ്. അത് കിട്ടത്തില്ല, കാരണം അത് കാണാൻ സാധിക്കില്ല. ഓക്കെ. അത് എന്തുകൊണ്ടാണ് അറിയില്ല. പുതിയ അപ്ഡേറ്റ് വരുമ്പോൾ അത് ശരിയാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ കറൻ്റ്ലി ഇപ്പോൾ കാണുന്നില്ല. അത് കാണുന്നവരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാൻ അറിയിക്കുക. അതിന് ജസ്റ്റ് എന്ത് ചെയ്യുക, പി സിയിൽ ചെയ്യുന്നതാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഡെയിലി ഒരു സ്ട്രൈക്ക് മെയിൻറ്റെയിൻ ചെയ്യുക. നിങ്ങൾ ഏത് ദിവസം കറൻ്റ്ലി സ്ട്രൈക്ക് മെയിൻറ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ 500 പോയിൻറ്റ് എക്സ്ട്രാ
കിട്ടുന്നതായിരിക്കും. ഓക്കെ, ബോണസായി കിട്ടുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഏതായാലും നമുക്ക് ഇനി അത് കഴിഞ്ഞു. അതിന് ശേഷം ഇവിടെ റെഫറൽസ് ഉണ്ട്, ടാസ്ക് ഉണ്ട്, അതുപോലെ തന്നെ പ്രൂഫ് ഉണ്ട്. അപ്പോൾ ഇത് രണ്ടും ഇപ്പോൾ കറൻ്റ്ലി ഓപ്പൺ അല്ല. പ്രൂഫ് മുന്നേ ഓപ്പൺ ആയിരുന്നു, ഇപ്പോൾ കറൻ്റ്ലി ഓപ്പൺ അല്ല. ഓക്കെ, അപ്പോൾ ഏതായാലും ഇത്രയാണ് ചെയ്യേണ്ടത്. ഇതിൽ ജസ്റ്റ് ഒന്ന് ഇത്ര ഓൺ ആക്കിയിടുക, അത്ര മാത്രം ചെയ്താൽ മതി. വളരെ ഏർലി സ്റ്റേജാണ്. ഏർലിയിൽ നിങ്ങൾ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത്യാവശ്യം നല്ല രീതിയിലുള്ള ഒരു അലോക്കേഷൻ കിട്ടാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇത്രേ ഉള്ളൂ ഈ ലെയർ എഡ്ജ് എന്ന് പറയുന്നത്. ഇപ്പോൾ മാക്സിമം നിങ്ങൾ എന്ത് ചെയ്യുക, ഇതിൽ ഇപ്പം തന്നെ ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക. 2 ദിവസം കൂടി മാത്രമേ ഉള്ളൂ ബീറ്റ ഫേസ് 1ലുള്ള ടൈം എന്ന് പറയുന്നത്. ഇനി ഫേസ് 2 കാര്യങ്ങളായിരിക്കും. അപ്പോൾ ഫേസ് 1ൽ ജോയിൻ ചെയ്താൽ അത്യാവശ്യം നല്ല രീതിയിൽ ഒരു അലോക്കേഷൻ നമുക്ക് ഇതിൽ നിന്ന് പ്രതീക്ഷിക്കാം. ഓക്കെ, അപ്പോൾ ഗൈസ് ഇതിൽ ഇത്രയേ ഉള്ളൂ. അപ്പോൾ വളരെ കുറഞ്ഞ ടൈം കൊണ്ട് തന്നെ നിങ്ങൾക്ക് നല്ല രീതിയിൽ പോയിന്റ്സ് ഇവിടെ കളക്ട് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇതേപോലെ തന്നെ മറ്റൊരു ഡീപ്പിൻ പ്രോജക്റ്റാണ്, അതും വളരെ ഏർലി ആയിട്ടുള്ള പ്രോജക്റ്റാണ്. അപ്പോൾ ഈ 2 പ്രോജക്റ്റ് നിങ്ങൾ മിസ്സാക്കി കളയേണ്ട. വളരെ ഏർലി ലെവലിലുള്ള ഒരു പ്രോജക്റ്റാണ്. അതുകൊണ്ട് നിങ്ങൾ മിസ്സായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ഇതിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് ആദ്യത്തു നിന്ന് കിട്ടിയ അത്ര അലോക്കേഷൻസും ആ പോയിന്റ്സും നമുക്ക് കുറച്ച് വൈകി കഴിഞ്ഞാൽ കിട്ടത്തില്ല. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, മാക്സിമം ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക. പിന്നെ ഞാൻ അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല, കാരണം ഓൾറെഡി വീഡിയോ ലെങ്ത് ആവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യുക, ഇതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങൾക്ക് സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു വീഡിയോ ഡീറ്റെയിൽ ആയിട്ട് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അത് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. മൈഗേറ്റ് എന്നാണ് ഇതിൻ്റെ പേരെന്ന് പറയുന്നത്. ഈ പ്രോജക്റ്റ് ഡീപ്പിൻ പ്രോജക്റ്റാണ്. ഇപ്പോൾ കറൻ്റ്ലി സീസൺ 0 ആണ് ഇത്. കുറച്ച് പോയിൻറ്റ്സ് എനിക്ക് ആയിട്ടുണ്ട്. എൻ്റെ എക്സ്റ്റൻഷൻ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഏകദേശം 321 പോയിൻ്റാണ് ഇതിൽ ഇപ്പോൾ കറൻ്റ്ലി എനിക്കുള്ളത്. അപ്പോൾ സീസൺ 0ലാണ് ഇപ്പോൾ കറൻ്റ്ലി. ഇപ്പോൾ ഇതിൽ ചെറിയ അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഇതിങ്ങനെ കറക്റ്റായിട്ട് വരാത്തത്. അപ്പോൾ ഏതായാലും നിങ്ങൾക്ക് നിങ്ങളെ പോയിൻറ്റ്സും കാര്യങ്ങളൊക്കെ ഇവിടെ കാണാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഇതിലും ജോയിൻ ചെയ്യുക. പിന്നെ ഇതിൽ ജോയിൻ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ജസ്റ്റ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ആ ലിങ്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതേപോലെ നിങ്ങളെ ഗൂഗിൾ അക്കൗണ്ട് വെച്ചിട്ട് നിങ്ങൾക്ക് സൈൻ ചെയ്യേണ്ടി വരും. എന്നിട്ട് ഇവിടെ എക്സ്റ്റൻഷൻ ഡൗൺലോഡ് ചെയ്യുക. അതിലും നിങ്ങൾ എന്ത് ചെയ്യുക, ഗൂഗിൾ സൈൻ ചെയ്യുക. ഓക്കെ, എന്നിട്ട് യൂസ് ചെയ്യാം. ഓക്കെ, ഏതായാലും നമുക്ക് പുതിയൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.